കുളപ്പുള്ളിയിലെ തൊഴിൽ തർക്കം ഇരുവിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ച തർക്കത്തിൽ കലാശിച്ചു. ഒറ്റപ്പാലം ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്കായിരുന്നു കടയുടമ പ്രകാശനെയും CITU നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചത്. കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ തൊഴിൽ നിഷേധമുന്നയിച്ചുകൊണ്ട് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU നടത്തിവരുന്ന കുടിൽകെട്ടി സമരം 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. കടയുടമയായ പ്രകാശൻ സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കുന്നതിനായി കൺവെയർ ബെൽറ്റ് മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. കൺവെയർ ബെൽറ്റ് ഉപയോഗിക്കുമ്പോഴും കയറ്റിയിറക്കിനായി അന്യസംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ചുമട്ടുതൊഴിലാളികളുടെ വാദം. ഇവർ തൊഴിൽ കാർഡ് ഇല്ലാത്തവരാണെന്നും ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാത്തവരെ കൊണ്ട് ചുമടിറക്കുന്നത് അനുവദിച്ചു നൽകാൻ ആകില്ലെന്നുമാണ് CITU നിലപാട്. അതേസമയം കടയുടമ പ്രകാശൻ കോടതിയെ സമീപിച്ച് തനിക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചു. പിന്നീടാണ് തർക്കം രൂക്ഷമായത്. ഇതിനു പിന്നാലെ തൊഴിലാളികൾ കടയ്ക്ക് മുന്നിൽ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. കടയുടമയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വ്യാപാരികൾ കടകളടച്ച് സമരം ചെയ്തിരുന്നു. തൊഴിൽ നിഷേധത്തിനെതിരെ CITU പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് ജില്ലാ ലേബർ ഓഫീസറും ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ KM സുനിൽ ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചത്. രണ്ടു വിഭാഗങ്ങളും അവരവരുടെ നിലപാടുകളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. മിഷനറി സംവിധാനത്തിന് പുറമേ വരുന്ന ജോലികൾ രജിസ്റ്റർ ചെയ്ത ചുമട്ടുതൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യണമെന്ന ലേബർ ഓഫീസറുടെ നിർദ്ദേശം കടയുടമയും ഒപ്പമുണ്ടായിരുന്ന വ്യാപാരികളും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതോടെയാണ് ചർച്ച തർക്കത്തിൽ കലാശിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.